ഈ ഒരു ഗ്രൗണ്ടിലുള്ള മേള കുറെ ദിവസമായി മെഗാ സൈഡിലെ പോലെ എല്ലാവരും ചോദിക്കേണ്ടി നീണ്ടു പോകണമെന്നുള്ളത് 1-ാം തീയതി അവസാനിക്കും. അപ്പൊ അതിനു മുന്നേ ലോ ബഡ്ജറ്റിൽ ഓഫർ എന്താ സാധിക്കുക? ഓഫർ ഇതാ നമ്മൾ കുറഞ്ഞ സ്റ്റോക്കുള്ള വണ്ടികൾ കുറഞ്ഞാണ്. അതിൽ 9 വണ്ടി, ഏകദേശം 9 വണ്ടി കസ്റ്റമർക്ക് വന്നിട്ട് ഓഫർ ഇട്ടിട്ട് സെറ്റില്ലാത്ത പ്രൈസ് പറയുകയാണെങ്കിൽ കൊണ്ടുപോകാം. അതായത് ഇത്രയും വണ്ടികൾ ഇവിടെ ആയിട്ടുണ്ട് റിന്യൂവൽ കഴിഞ്ഞത്. 2008 പുതിയ ടാക്സ് അടിച്ചിട്ടുള്ള വണ്ടിയാണ്. അത് വരുന്നത് i10 ഇറ. ഇത് 79 ചോദിച്ചിരുന്ന വണ്ടിയാണ്. നമുക്ക് കുറച്ച് കൊടുക്കാം, മാക്സിമം കുറച്ചിട്ട് കൊടുക്കാം. 2008 MPFI AC വരുന്ന മാരുതി 800 ഉണ്ട്. 2008 അല്ല 2009 ആണ്. റേറ്റ് വെച്ച് 69,000 ആണ്. കസ്റ്റമർക്ക് പറയുന്ന വിലയ്ക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോകാം. അൾട്ടോ LX ആയി 2008 മോഡല്, പുതിയ പേപ്പറാണ്. അത് 1 lakh ചോദിച്ചിരുന്ന വണ്ടിയാണ്. അത് മാക്സിമം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള 2012 മോഡൽ എറ്റിയോസ് ലിവ GD 299 ആണ് റേറ്റ് പറഞ്ഞത്. അത് മാക്സിമം വണ്ടിയാണ്, കസ്റ്റമർക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള കേട്ടോ ന്യൂ ടൈപ്പിലേക്ക്. 2009 മോഡൽ ഓൾട്ടോ LX ഉണ്ട്. റേറ്റ് വെച്ചത് 79 ആണ്. ഇതും റിന്യൂവലിന് 1 വർഷത്തോളം ടൈം ഉണ്ട്. കസ്റ്റമർക്ക് നോക്കിയിട്ട് റേറ്റ് കുറച്ചെടുക്കാം. 79 ചോദിച്ചിരുന്ന വണ്ടിയാണ്. അത് മാക്സിമം കുറച്ചിട്ട് തന്നെ കൊടുക്കാം. മാക്സിമം ഒരു 70 ലെവലിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. 2011 മോഡൽ ഓൾട്ടോ കേട്ടം VXI ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 80,000 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. കമ്പനി സ്റ്റർ 145 പറഞ്ഞത് 140 താഴേക്ക് കൊടുക്കാം. 140 താഴത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കമ്പനി സ്റ്ററുള്ള വണ്ടിയാണ്. തിൻപീസ്. പിന്നെ 65,000 രൂപയ്ക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് 2008-9 രജിസ്ട്രേഷൻ LX ഓൾട്ടോ. 2008-2009 ഓൾട്ടോ LX. 2009 മോഡൽ ഓൾട്ടോന്റെ അല്ല, A-Star, അതായത് വാഗണറിൽ ഇപ്പൊ വരുന്ന സെയിം K സീരീസ് എഞ്ചിൻ വരുന്ന A-Star LXI ആണ്. 1.10 പറഞ്ഞു കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് കൊടുക്കാന്നാണ്. ഇത്രയൊക്കെ ഓഫേഴ്സ്. അത് 1-ാം തീയതി വരെയുള്ള ഓഫർ മാത്രമാണ്. 1-ാം തീയതി ഇവിടെ ഏകദേശം ക്ലീൻ ചെയ്ത് കൊടുക്കും. ഈ വണ്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയ വണ്ടികളുണ്ട്. ഓഫർ ഉണ്ട്. അപ്പൊ വലിയ വണ്ടികൾ എന്താ ഓഫർ എന്നത് വീഡിയോ തന്നെ കാണാം. കമോൺ. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു മലപ്പുറം പുളിക്കലുള്ള കാർക്രാഡലിൻ്റെ മെഗാ കാർമേളനകത്തുള്ള കുറച്ച് അടിപൊളി വണ്ടികൾ. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ. അതേപോലെ തന്നെ ഓൺലൈൻ ലേലം പോലെ തന്നെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ ഫെബ്രുവരി 1 മേള സമാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കാനായിട്ട് ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങൾക്ക് പറയുന്ന റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് അടിപൊളി വണ്ടികൾ ഓഫർ റേറ്റിലുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പരിചയപ്പെട്ടു തുടങ്ങാം. വീഡിയോ തിരിയാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ പലപ്പോഴും ഇതിന് മുന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കോഴിക്കോടുള്ള തെരുവിലുള്ള ആൾക്കാരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ഗവൺമെൻറ് തന്നെ തുടങ്ങിയിട്ടുള്ള കോഴിക്കോട് കലക്ടർ ഹെഡ് ചെയ്യുന്ന നമ്മളെ ഉദയം എന്നുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ട് അവർക്ക് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അവർ 200ഓളം കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇതേ മാസം ജനുവരി 31 ചെറിയൊരു ഫണ്ട് കളക്ഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. 50 രൂപ 100 രൂപയുടെയൊക്കെ കൂപ്പണായിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇവരെ എവിടെയെങ്കിലുമൊക്കെ കോഴിക്കോട് ജില്ലയിൽ 31-ാം തീയതി വെച്ച് കാണുകയാണെങ്കിൽ ജസ്റ്റ് കഴിയുന്ന പോലെ പൈസ എന്തെങ്കിലും കൊടുത്ത് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. തെരുവിലുള്ള ആൾക്കാരെ നമുക്ക് മാക്സിമം സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇവർ ത്രൂ. അതേപോലെ തന്നെ ജസ്റ്റ് ഇവരുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും QR കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടോ. നിങ്ങൾക്ക് GCCയിലാണെങ്കിൽ പോലും ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും പറ്റുന്ന ഒരു 10 രൂപയാണെങ്കിൽ കൂടെ നമ്മളൊരു ചായ കുടിക്കുന്ന പൈസ ആണെങ്കിലും ചിലപ്പോൾ അത് വേറെ ഒരാൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ഉപകരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇനി നേരെ വണ്ടി വിശേഷങ്ങൾ. സാധിക്കുക ടാറ്റയുടെ ഇൻഡിക്ക വിസ്തയാണ്. പെട്രോളാണോ ഡീസലാണോ? ഡീസൽ TDI 2009 എന്ന് പറയുന്നത് ടർബോ നോർമൽ ടാറ്റയുടെ തന്നെ ഓൺ എഞ്ചിൻ തന്നെയാണ്. വിസ്തയിൽ നമ്മൾ വരുന്ന ക്വാഡ്രാജെറ്റ് ഫിയാറ്റിൻ്റെ എഞ്ചിൻ അല്ല വരുന്നത്. മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി കുറവുള്ള വണ്ടിയാണ്. ന്യൂ ഷേപ്പ് വിസ്ത, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എക്കോ എന്നുള്ള വേരിയൻറ്റിൻ്റെ അകത്ത്. ബാക്കിൽ മാനുവലാണ് പവർ വിൻഡോസ് വരുന്നത്. വണ്ടി അത്യാവശ്യം ബോഡി ഷേപ്പ് ഉണ്ട്. 2009 അപേക്ഷിച്ച് നമ്മൾ നോക്കുന്ന നേരം KL 13 കണ്ണൂർ എന്നുള്ള രജിസ്ട്രേഷനാണ് വരുന്നത്. കോപ്പർ റെഡ് കളറാണ്. 2009 മോഡൽ വണ്ടിയാണ്. റിന്യൂവലൊക്കെ എന്താ വരുന്നുണ്ടാവും? സാധിക്കാം പുതിയ റിന്യൂവൽ എടുത്തിട്ട് കൊടുക്കാം. പുതിയ റിന്യൂവൽ എടുത്തു കൊടുക്കാം. റേറ്റ് എത്രയാണ് വരുന്നത്? 75 രൂപയുള്ളൂ. 75 രൂപയ്ക്ക് പുതിയ റിന്യൂവൽ 5 വർഷത്തെ പേപ്പർ ഫിറ്റ്നസ്സിൽ ഇൻഡിക്ക വിസ്ത ഡീസൽ 18 റേഞ്ചിൽ നോർമൽ മൈലേജ് കിട്ടുന്ന TDI വണ്ടി. എടുക്കുന്നൊക്കെ വർക്കൊന്നുമില്ലല്ലോ. ലോ ബഡ്ജറ്റ് കൊണ്ട് വേണ്ടി ചോദിക്കുന്നത്? ഇല്ല, വർക്കൊന്നുമില്ല. 2009 മോഡൽ സ്പാർക്ക് ഉണ്ട്. റേറ്റ് നമുക്ക് റേറ്റ് ആയിട്ടില്ല, മാക്സിമം കുറച്ചിട്ട് കൊടുക്കാം. എല്ലാ സാധനം റേറ്റ് നോക്കിയിട്ടേ കാറ്റലോഗിൽ റേറ്റ് ഉണ്ടാവും. അത് നോക്കിയിട്ട് മാക്സിമം കുറച്ചിട്ട് ചെയ്യാം. വണ്ടി വന്നിട്ടുള്ളൂ അല്ലേ? വന്നിട്ടുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാ. AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്, വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒരു വർക്കുമില്ല. ഓക്കെ. ടയേഴ്സ് കുറച്ച് കമ്മിയുണ്ടെന്നുള്ളൂ. ടയർ കുറച്ച് കുറവുണ്ട്.
ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞത്. നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. വന്ന വണ്ടി കണ്ട് ഇഷ്ടമായി. ഗ്ലാസ്സിനൊരു ചെറിയ ഇഷ്ടമുണ്ട്. അതവർ തന്നെ അവരെ ക്യാഷിന് തന്നെ അവർ മാറ്റി തന്നു. പിന്നെ ഇനി ഞാൻ ഈ വണ്ടി ഇവരോട് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കൊണ്ടുവരാം, മാറ്റാമെന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു തിരൂരിൽ നിന്ന് വരുന്ന ടീമാണ്. ഫാമിലി എല്ലാവരും കൂടി ഫാമിലി അടക്കാൻ വന്നിട്ടുള്ളത്. നല്ല സന്തോഷമായി. നല്ല കസ്റ്റമർ, നമുക്ക് തെറ്റില്ലാത്തൊരു വിലക്ക് അവർക്ക് വണ്ടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ 2013 ചാൻസ് റേറ്റിലൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോനകത്ത് 210, 220 റേഞ്ചിലാണ് റേറ്റ് പറഞ്ഞത്. അത് 2 താഴെയായിട്ട് ഇന്ന് സെയിൽ ചെയ്തിട്ടുണ്ട്. വേറൊരു സ്വിഫ്റ്റും കൂടെ ഇപ്പം വന്നതാണ്. സ്വിഫ്റ്റ് ഡിസയർ ആണ്. പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. റിന്യൂവൽ കഴിഞ്ഞ 2029 വരെ പേപ്പർ ഉണ്ടാവും. 29 വരെ റിന്യൂവൽ ഉള്ള വണ്ടിയാണ്. ഡീസലാണോ പെട്രോൾ ആണത്? ഇത് ഡീസലാണ്. ഡീസലാണ്. LDI, VDI, ZDI? LDI എന്ന് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നത്. പക്ഷേ പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. 4 ഡോർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കമ്പനി അന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ വണ്ടിൻ്റെ അത് നിലവിൽ കാണുന്നുമില്ല. 18-20 റേഞ്ചിൽ മൈലേജ് തരുന്ന ഫിയാറ്റിൻ്റെ മൾട്ടിസെറ്റ് എൻജിനായിരിക്കും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ടാവുക. ഇനി നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ഡീസൽ വണ്ടി അതിനെ കൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞതാണോ? ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പുറത്തുള്ള സർവീസ് ആയിരിക്കും അല്ലേ? ശരി. റേറ്റ് എത്ര ചോദിക്കുന്നത്? 170 ചോദിക്കുന്നുണ്ട്. 170 പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള 5 വർഷത്തെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള ഡീസൽ വണ്ടി. ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. നിലവിലുള്ള കണ്ടീഷൻ നല്ലതാണോ? നല്ല കണ്ടീഷൻ. ഓക്കെ. ഇയോൺ ഇറ പ്ലസ്. ഓക്കെ. 2018 മോഡലാണ്. 800 cc-ലാണോ 1000 cc-ലാണോ? 800 cc-ലാണ്. 800 cc-ലാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇറയിൽ ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് ആയിരിക്കും സ്റ്റീരിയോ വരുന്നത്. മാഗ്ന പ്ലസിൽ മാത്രമേ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടാവുള്ളൂ. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. ഓണർഷിപ്പ് കുറേ ആയിട്ടുണ്ടോ? അത് സെക്കൻഡ് ഓണർഷിപ്പിലാണല്ലേ ഇപ്പോൾ? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ കുറ്റം പറയാൻ എന്തെങ്കിലും ഉണ്ടാവും? കുറ്റം പറയാനൊന്നുമില്ല. നല്ല വണ്ടി, അത്യാവശ്യം നല്ല ഷേപ്പ് തന്നെയാണ് കാണുന്നത്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 245. 2018 മോഡൽ വണ്ടിയാണ്. കൂടെ 2.4, 2.30 വരെയൊക്കെ ലോൺ ചെയ്യാം. കുറച്ച് കൊടുക്കാം. ഓക്കെ. ഫുൾ ലോൺ എത്തിക്കാൻ പറ്റുമോ? ഫുൾ ലോണിലേക്ക് നോക്കാം. നിസാൻ മൈക്രയാണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ വേരിയന്റ്. ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വേരിയന്റ് ഏതാ വരുന്നത്? XV എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. അന്ന് ഇറങ്ങിയതിൻ്റെ അകത്തുള്ളത്. പിന്നെയും XV തന്നെയാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഇത് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി വരുന്ന വണ്ടിയാണോ? ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ബട്ടൺ സ്റ്റാർട്ട് അന്ന് വന്നിട്ടില്ല അല്ലേ? 14 ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടില്ല. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ടാവും. ഇത്രയ്ക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XV-ൽ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5.1 കേട്ടോ. പെട്രോളിൽ 51,000 എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു കിലോമീറ്റർ ആണ്. ഏകദേശം 15 റേഞ്ചിൽ സിമ്പിളായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഡീസലില്ല. കാര്യമായിട്ട് പെട്രോളും വരാത്ത വണ്ടിയാണ്. അത്യാവശ്യം ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 290 ചോദിക്കുന്നുള്ളൂ. കുറച്ച് കൊടുക്കും. 290 ആണ്. അതേസമയത്ത് ലോൺ ഒരു 2.25 മുകളിൽ കിട്ടേണ്ടതാണ് ലോണ്. ഫുൾ ലോണിലൊരു ചെറിയ ഫാമിലിക്ക് പറ്റുന്ന ഒരു കാർ എന്ന് തന്നെ പറയാം അല്ലേ? വേറെ അപാകതകൾ അല്ലെങ്കിൽ നല്ല വണ്ടിയാണ്. എടുക്കുന്ന വേറെ വർക്കൊന്നും പറ്റിയൊന്നുമില്ല. ഒറിജിനൽ കേരള ഇന്നോവയാണ്. K42 രജിസ്ട്രേഷൻ വരുന്നത്. മോഡൽ ഏതാ? 2008 പുതിയ പേപ്പർ. 2008 പുതിയ പേപ്പർ. റിന്യൂവൽ എടുക്കുന്ന ആള് എടുക്കണമല്ലേ? നിങ്ങൾ എടുക്കുമോ? പുതിയ ഫിറ്റ്നസ് നമുക്ക് എടുത്തു കൊടുക്കേ. ഓക്കെ. ഇപ്പൊ നിലവിൽ പുതിയ റിന്യൂവലാണുള്ളത്. അതെ. G4 ആണോ G2 ആണോ? G4 ഇന്നോവ. റൂഫ് AC കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. റൂഫ് AC വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ചെറുതായിട്ടൊരു LCD സ്ക്രീൻ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 8 സീറ്റർ സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് പുതിയ സീറ്റ് കവറൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ഏകദേശം എത്ര ഓടി ഉണ്ടാവും? കാര്യമല്ല, എന്നാലും 2 lakh റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ഇപ്പോഴും ഫിറ്റാണ്. മെക്കാനിക്കലി സെറ്റ് അല്ലേ? മെക്കാനിക്കലി സെറ്റാണ്.
ഓക്കെ. അല്ല ഇന്നോവ കിലോമീറ്ററിന് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. 8-10 കോടി വണ്ടി കേരളത്തിൽ തന്നെ ഉണ്ട്, ടാക്സിയിലും നോൺ ടാക്സിയിലും ഒക്കെ ആയിട്ട്. നിങ്ങൾ മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നിപ്പോൺ ടൊയോട്ടേന്റെ കോളിസ് 8 ലക്ഷം കിലോമീറ്റർ. ആ കോളിസ് ഒന്ന് കാണിച്ച് അത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അതാണ്. അപ്പോൾ സാധിക്കോ G4 ഇന്നോവ ഒറിജിനൽ കേരള റേറ്റ് എത്ര വരുന്നത്? 3.80 വെക്കുന്നുണ്ട്. ഓക്കെ. ലോണ് 2.5 മുകളിൽ കിട്ടും. ലോണ് 2.5 അടുത്തൊക്കെ കിട്ടും. 2.5 അടുത്ത് ലോണ് കിട്ടുന്നുണ്ടാവും. 1.30 ഉണ്ടെങ്കിൽ ഒറിജിനൽ കേരള ഇന്നോവ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ സ്വന്തമാക്കാം. അടുത്ത് സ്വിഫ്റ്റ് VDI 2016-17 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. KL47 ചാവക്കാട് എങ്ങാണ്ടാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഫീച്ചർ സൈറ്റിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ആംബ്രസ്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റീരിയോ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയായിരിക്കും ഫീച്ചർ വരുന്നുണ്ടാവുക. 4.85 ചോദിക്കുന്നുണ്ട്. 4.85 കുറച്ച് കൊടുക്കാം. 2017 വീഡിയോ ഇതൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്ന 5-ന് പുറത്ത് തന്നെ ആയിട്ടാണ്. ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? കമ്പനി ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ അപാകത പറയുന്നില്ലല്ലോ? നല്ല വണ്ടിയല്ലേ? എടുക്കുന്നവർക്ക് വർക്കൂല്ലല്ലോ? വർക്കൊന്നുമില്ല. വണ്ടിക്ക് പറഞ്ഞ വിലേനേക്കാളും എത്ര കൂട്ടി തന്ന്? 5 രൂപ മൂപ്പര് 6 തന്ന്. 5000 രൂപ കൂട്ടി തന്നാണ്ട് വാഗനർ മൂപ്പര് ഫുൾ എമൗണ്ട് തന്നിട്ടോ. ഫുൾ എമൗണ്ട് ഞായറാഴ്ച ഡെലിവറി കൊടുക്കാം. അവിടെ കൊണ്ടുപോയി കൊടുക്കാം കുറ്റിപ്പുറത്ത്. ഓക്കെ. വണ്ടി കാണിച്ചു തരാം. 2021 മോഡല് വാഗണർ VXI 1 ലിറ്റർ. റേറ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 4.85 ആയിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്ക് പുറത്താണ്. കിലോമീറ്റർ 1 ലക്ഷത്തിനടുത്ത് ഓടിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല. നല്ല ക്ലീൻ പീസ് വണ്ടി. സെയിലായി അല്ലല്ല 70 സെയിലായത്. ഓക്കെ. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ പൈസ മൂപ്പരെ ഇട്ടുന്നിട്ടുണ്ട്. നമ്മൊരു മിലിറ്ററിക്കാരനാണ്. ഓക്കെ. നമുക്ക് ഡെലിവറി മൂപ്പരത് കാണിക്കാം. ഓ പിന്നെ അടുത്ത വീടിനത് കാണിക്കാലോ. സെറ്റ്. മുന്നേ കണ്ട പ്രസേനേക്കാളും ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ട് സാധിക്ക. വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ. നമ്മൾ അതിലേക്ക് തിരിച്ചു വരാം. KL57 രജിസ്ട്രേഷൻ ആണ്. VDI ഓപ്ഷൻ എന്നുള്ള 2017 VDI. 2017 VDI ഉള്ളൂ. സിംഗിൾ എയർ ബാഗ് വരും. സിംഗിൾ എയർ ബാഗേ വരുന്നുള്ളൂ അല്ലേ? മറ്റേതിന് പക്ഷേ 2 എയർ ബാഗ്. VDI ഓപ്ഷനാണ്. VDI ഓപ്ഷൻ ആണ്. ഇത് VDI ആണ് അല്ലേ? ഓക്കെ. OE alloy വീൽസ് വരുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള മുന്നത്തെ ബ്രസയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. 18-20 റേഞ്ച് തന്നെ മൈലേജ് കിട്ടുന്ന ഫിയാറ്റ് എഞ്ചിൻ ആയിരിക്കും ഡീസലിൽ നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. കിലോമീറ്റർ 1.14 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതിന്റെ ബോണറ്റ് എന്തോ റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ട്. ഏതൊരു വണ്ടി ബോണറ്റ് മാത്രമേ ഉള്ളൂ, മെയിൻ ഗ്ലാസ് ഇല്ല. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. വേറെ മെയിൻ ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. 7 ലക്ഷം. കമ്പനി ഹിസ്റ്ററിയിലാണ്. അതെ കമ്പനി ഹിസ്റ്ററിയാ, ഫുള്ള് കമ്പനി ഹിസ്റ്ററിയിലാണ്. ഓക്കെ. റേറ്റ് വരുന്നത് 7.25 ചോദിക്കുന്നുണ്ട്. മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. 6.25 റേഞ്ചിൽ ലോഡ് കിട്ടുന്നതാണ്. അതെ. മുന്നത്തെ പ്രസയിലുള്ള റേറ്റ് വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ OE alloy വീൽസിന്റെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട്. മുന്നത്തെ പ്രസയ്ക്ക് റീപ്ലേസ് 2018 സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ 18 സെറ്റ് ചെയ്യുന്നുണ്ട്. 8.60 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.10 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെറ്റ് എന്ന് പറയുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന OE alloy വീൽസ് വരുന്നുണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഈ വണ്ടി ലോക്ക്ഡ് ആണ്. പുഷ് ബട്ടൺ ആവില്ല കേട്ടോ. പുഷ് ബട്ടൺ അല്ല, ഈ തന്നെ വരുന്നത്. തള്ളിപ്പം കുറച്ച് കൂടിപ്പോയി. ZI ഓപ്ഷനിലാണോ അപ്പോൾ പുഷ് ബട്ടൺ വരുന്നുണ്ടാവുക? ZI പ്ലസിലാണ് വരിക. ZI പ്ലസ്, സോറി. കേരളത്തിലെ ഫ്ലഡ് വണ്ടികൾ എവിടെ എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരമുണ്ട്. ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ എവിടെ ഞങ്ങൾക്ക് അറിയില്ല. 18 ഫ്ലഡ് കയറി. അതാണ് 2018 വലിയ ഫ്ലഡ് പ്ലാറ്റ്ഫോം ലെവലിൽ. അപ്പൊ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വർക്ക് എടുപ്പിച്ചതാണോ? കംപ്ലീറ്റ് വർക്ക് എടുക്കാം. പുറത്തുനിന്നാണോ വർക്ക് എടുത്ത്? കമ്പനിന്ന് വർക്ക് എടുത്താണ്. ഇപ്പൊ നിലവിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ. വണ്ടി സ്റ്റാർട്ട് ആക്കുന്നതിനേക്കാളും മുന്നേ സെൻസേഴ്സ് ഒക്കെ കത്തി കളിക്കുന്നുണ്ടോ? ഇല്ല, ഒരു സെൻസറും ഒന്നുമില്ല. ഇവിടെ ആള് ഉപയോഗിച്ച വണ്ടി, ഇവിടെ ആള് വണ്ടി കൊണ്ടെടുക്കുന്ന വണ്ടിയാണ്. നമ്മളെ യാർഡിന്റെ നേരെ ഓപ്പോസിറ്റിലെ ആളെ വീട്ടിലെ വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ. ഓക്കെ. വലിയ വിലയാണോ? ഫ്ലഡ് വണ്ടിയാണ്, പക്ഷെ എന്നാലും ബെൻസ് ആണ്. 13.5 ചോദിക്കുന്നത്. 13.5 ചോദിക്കുന്നുണ്ട്. 2017 മോഡൽ. 2017 മോഡൽ B200 എന്നുള്ള ബെൻസ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി വേറെ കാര്യങ്ങൾ എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ?
റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ചെയ്തിട്ട് വന്നോട്ടെ. കിലോമീറ്റർ ഏകദേശം ഒരു 40 സംതിങ് ഓടിയിട്ടുണ്ട്. 40 സംതിങ്. ഓക്കെ, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണല്ലേ? കമ്പനി ഹിസ്റ്ററി, നീറ്റ് ക്ലീൻ വണ്ടി കേട്ടോ. ഫുൾ ലോൺ കയറ്റാട്ടോ വണ്ടിക്ക്. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ? ഫുൾ ലോൺ കൺഫേം ആണ്. ഓക്കെ, വേറെ ഇപ്പം നിലവിൽ ഇപ്പം സെൻസേഴ്സ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും റണ്ണിങ് അല്ലേ? ഫുൾ ചെക്ക് ചെയ്യാം, ഇരുന്ന് ചെക്ക് ചെയ്യാം. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, വേറെ പറയത്തക്ക അപാകതകൾ ഒന്നുമില്ല. മൊത്തം വർക്കും കഴിഞ്ഞാണ്, ഫുൾ ലോണും ചെയ്യാൻ വേണ്ടി പറ്റും. 18 വർക്ക് എടുത്തതിന് ശേഷം അയാൾ ഒരു ഏകദേശം 10-20,000 കിലോമീറ്ററിന് മുകളിൽ ഓടി. 20,000 കിലോമീറ്ററിന് പുറത്ത് ഫ്ലഡിൽ വർക്ക് എടുത്തതിന് ശേഷം ഓടിയിട്ടുണ്ട്. മൂപ്പരടിയും വെട്ടിട്ടൊന്നുമില്ല, വഴി വെട്ടില്ല. ഓക്കെ, വിശ്വസിച്ച് തന്നെ എടുക്കാം. നിലവിൽ സ്റ്റോക്ക് എത്ര ഇന്നോവ ഉണ്ട്? 6 ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ അടക്കം. ഈ ഒരു ഡൽഹി രജിസ്ട്രേഷൻ ക്രിസ്റ്റ അടക്കം 6 ഇന്നോവകളുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് 3.4 അടുത്താണ്. ക്രിസ്റ്റ നമുക്ക് 14.75 സ്റ്റാർട്ടിംഗ് റേറ്റ്. 14.75 മുതൽ ക്രിസ്റ്റ ഉണ്ട്. ഇത് നിങ്ങൾ NOC റേറ്റ് ആണോ അല്ലെങ്കിൽ? NOC റേറ്റ് ആണ്. സെഡ് ഓട്ടോമാറ്റിക് ആണ്. സെഡ് ഓട്ടോമാറ്റിക് എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതാണ് ഒരു റേറ്റ് വ്യത്യാസം കാണുന്നത് ബേസിക് ആയിട്ട്. മറ്റേ ഓട്ടോമാറ്റിക് ഒക്കെ തെറ്റില്ലാത്ത റേറ്റ് ആണ് ഇതൊക്കെ. അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ. അപ്പൊ മാറ്റുകയാണെങ്കിൽ മാക്സിമം ഇപ്പൊ എത്ര ഏകദേശം ചെലവ് വരുന്നുണ്ടാവും? വില കൂടുതലാട്ടോ പുതിയ ഇറങ്ങാത്തതിനെ കൊണ്ടല്ലേ? അതെ. ഇത് കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും ക്രിസ്റ്റ? ഒരു 1 lakh above ഓടിയിട്ടുണ്ട് ഇതൊക്കെ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി മാത്രം. ഓക്കെ, 7 സീറ്റർ ആണ്, പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ വരുന്നുണ്ടാവും. സെഡ് എന്നുള്ള വേരിയന്റ് മാത്രമല്ല, സിംഗിൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിലുള്ള അല്ലേ? വേറെ റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ കാര്യമായിട്ട് പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി അടക്കം വരുന്ന വണ്ടിയാണോ? അതെ അതെ അതെ. ലോൺ ഇപ്പം 14.25 NOC റേറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ലോണ് RC ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ അവൈലബിൾ ആയിരിക്കും. ലോണൊക്കെ ഏകദേശം എത്രയായിരിക്കും നമുക്ക് ക്രിസ്റ്റയ്ക്കൊക്കെ ലോൺ കിട്ടുന്നുണ്ടാവുക? ഡൽഹി വണ്ടിക്ക് NOC നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ചെയ്യാം. ഓക്കെ, എത്ര ലോൺ കിട്ടുന്നുണ്ടോ ഏകദേശം? 14-15 ആ റേഞ്ചിൽ തന്നെ വരും. 16 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ, സാബിക്കാൻ്റെ റിയാസ്ഖാൻ നമ്പർ വീഡിയോൻ്റെ അകത്തും കമൻറ്റ് ബോക്സിൻ്റെ അകത്തും ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നതാണ്. ലോ ബഡ്ജറ്റ് വണ്ടികൾ എടുക്കുന്നവരെ തീർച്ചയായിട്ടും അതിൻ്റെ മെക്കാനിക്കൽ പേപ്പർ കാര്യങ്ങളെല്ലാം തന്നെ മുഴുവനായിട്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.